ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 70. ഖൗലുഹു വത്തിവലത്തു ബികസ്രി താഇ വഫത്തഹിൽ വാവി. താഇന് കസ്ർ വാവിന് ഫത്തഹ്. തിവലത്ത്. തമായിമ്, റുഖ, തിവലത്ത് ഇതൊക്കെ ഷിർക്കിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അതിൽ തമീമത്ത്, ഏലസ്, ഐക്കൽ ഇതൊക്കെയാണെങ്കിൽ അതിൻ്റെ കാര്യം പറഞ്ഞു. റുഖയ്യ ഖുർആൻ നിന്നുള്ള ആയത്തുകൾ കൊണ്ടാണെങ്കിൽ അതിൽ പ്രശ്നമില്ല, സ്വഹീഹായിട്ടുള്ള ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഈ തിവലത്തിനെ കുറിച്ച് പറയണം. ഷൈഉൻ യസ്നഊനഹു യസ്ഉമൂന അന്നഹു യുഹബ്ബിബുൽ മർഅത ഇലാ സൗജിഹ. സ്ത്രീയെ തൻ്റെ ഭർത്താവിലേക്ക് സ്നേഹമുണ്ടാക്കുന്നത് എന്ന് അവർ ജൽപ്പിക്കുന്ന, മുശ്രിക്കുകൾ ജൽപ്പിച്ചിരുന്ന ഒരു സംഗതി ആണ് തിവലത്ത്. അതേപോലെ റജുല ഇലംറാത്തിഹി, പുരുഷനെ തൻ്റെ ഭാര്യയിലേക്കും. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ധരിക്കുന്ന ഒരു സാധനമാണ് തിവലത്ത് എന്നാണ്. അങ്ങനെ സ്നേഹമുണ്ടാക്കുമെന്നാണ് അവർ ജൽപ്പിച്ചിരുന്നത്. യസ്ഉബൂന എന്ന് പറഞ്ഞാൽ യക്ദിബൂന, അവർ വ്യാജമായിട്ട് ജൽപ്പിക്കുകയാണ്. വസ്സാമു കദിബ്. കാലത്താല അല്ലാഹു തആല പറഞ്ഞു, അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനു, സത്യവിശ്വാസികളാണ് ജൽപ്പിക്കുന്ന ചില ആളുകൾ കണ്ടില്ലേ എന്ന്. അവിടെ യസ്ഉമൂന എന്നുള്ളതിന് യക്ദിബൂന ഫി ഖൗലിഹിം അന്നഹും ആമനു, അവർ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ അവർ യഥാർത്ഥത്തിൽ കളവാണ് പറയുന്നത്, ആണ് ജൽപ്പന. അന്നഹു യുഹബ്ബിബുൽ മർഅത ഇലാ സൗജിഹ വറജുല ഇലാ ഇംറാത്തിഹി, സ്ത്രീയെ തൻ്റെ ഭർത്താവിലേക്കും പുരുഷനെ തൻ്റെ ഭാര്യയിലേക്കും സ്നേഹിപ്പിക്കുന്ന, അടുപ്പിക്കുന്ന സംഗതി. ഹാദാ യുസമ്മിനുഹു അസ്സർഫു അത്ഫു അൽ അത്ഫ് എന്നൊക്കെ അതിന് പറയാൻ വരും. വഹു സിഹറിൻ, ഒരു തരം സിഹറാണ്. ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. പുരുഷനും തൻ്റെ ഇണക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഇടയിൽ വേർപിരിക്കുന്ന സംഗതി അവർ പഠിച്ചു, സിഹർ പഠിച്ചു എന്ന് പറഞ്ഞു. അവിടെ എന്താണ്? ഫഹുവ സിഹറുൻ യുഫർരിഖു വയുജമ്മിഉ. അപ്പോൾ ഇത് എന്തിനുപയോഗിക്കും? തമ്മിൽ വേർപിരിക്കാനും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനൊക്കെ ഉപയോഗിക്കും. യൻഹു അമലുൻ ഷൈത്വാനിയുൻ, അത് പൈശാചികമായ പ്രവൃത്തിയാണ്. യാമലു അഷ്യാ തുനഫിറുൽ ഇൻസാന മിനൽ ഇൻസാൻ, ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അവർ റജുല മിൻ സൗജത്തിഹി, അല്ലെങ്കിൽ പുരുഷനെ സ്ത്രീയിൽ നിന്ന്, ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് അകറ്റാൻ. അപ്പോൾ സൗജത്ത മിൻ സൗജിഹ, അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവിൽ നിന്ന് അകറ്റാൻ. വഹുവ മിൻ അമലി ഷൈത്വാൻ, ഷെയ്ത്താൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. ഫസഹറത്തു ലമ്മ തഖറബു മിന ഷയാത്തീനി വഖദമൂഹും വഅശറകു ബില്ലാഹി. അപ്പോൾ ഷെയ്ത്താന്മാർ, പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ സാഹിര്യങ്ങൾ, മാരണവിദ്യക്കാർ, അവർ ഷെയ്ത്താന്മാർക്ക് സാമീപ്യം സിദ്ധിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി സേവ നടത്തുന്നു, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുന്നു. അപ്പോൾ ഷയാത്തീനു ഫി മുഖാബിലി ദാലിക സഅദത്തുഹും ഫി ഹാദിഹിൽ ഉമൂർ. അപ്പോൾ ഷെയ്ത്താന്മാർ ഈ വിഷയങ്ങളിൽ അവരെ സഹായിക്കുന്നു. വഹാദ കസീറുൻ ഫിന്നാസ് ഖുസൂസൻ ഇദാ ളഅഫ ഫിൽ ഈമാൻ. അപ്പോൾ ഇത് ധാരാളം ആളുകളിലുണ്ട്, പ്രത്യേകിച്ച് ഈമാൻ ദുർബലമാകുമ്പോൾ. ഖുസൂസൻ ഫിൽ ബിലാദില്ലത്തി ലാ യുഅ്തന ഫിഹാ ബി അംറിൽ അഖീദ, അഖീദയുടെ കാര്യം പരിഗണിക്കാത്ത നാടുകളിൽ പ്രത്യേകിച്ചു. ഫഇന്ന സിഹറ യുത്തഖദു ഹിർഫത്തൻ വമിഹ്നത്തൻ ഫി ബഅദിൽ ബിലാദ്. അപ്പോൾ ചില രാജ്യങ്ങളിൽ ഈ സിഹർ, മാരണം, ജാലവിദ്യ എന്നൊക്കെ പറയുന്നത് അത് ഒരു തരം ഒരു ജോലി, മിഹ്നത്ത്, പ്രൊഫഷൻ ആയിട്ട്, അതേപോലെ ക്രാഫ്റ്റ്, കലയായിട്ടൊക്കെ പരിഗണിക്കുന്നു എന്നതാണ്. ഖൗലുഹു വറവ അഹ്മദുൻ അൻ റുവൈഫിയ എന്ന് പറയുന്ന അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസ്. റുവൈഫിയ ആരാണ്? ഹുവ റുവൈഫിയ ഇബ്നു സാബിത്ത് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. തവല്ല ഇമാറത്ത ബുർഖ ഫി അഹദിൽ ഖുലഫായി ഫി മിസ്റിൽ ബുർഖ എന്ന പ്രദേശത്ത് ഗവർണറായിരുന്നു അദ്ദേഹം. തൂഫിയ ഹുനാക റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിടെ മരിച്ചു. വഖദ് ത്വാല ഉംറുഹു, അദ്ദേഹത്തിന് ദീർഘായുസ്സുണ്ടായിരുന്നു, കുറേ കാലം ജീവിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ. ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്? അല്ലൽ ഹയാത സതതൂലു ബിക, താങ്കൾക്ക് ജീവിതം നീട്ടിക്കിട്ടിയേക്കാം, അല്ലെങ്കിൽ കൂടുതൽ കാലം താങ്കൾക്ക് ആയുസ് കിട്ടിയേക്കാം. ഹാദാ ഇഖ്ബാറു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളൊരു വാർത്ത അറിയിക്കലാണ്, വിവരമറിയിക്കലാണ്. അന്ന റുവൈഫിയൻ യുഅമ്മിറു, റുവൈഫിയന് കുറേ കാലം ആയുസ് കിട്ടുമെന്നത്. വഖദ് ഉമ്മിറ, അദ്ദേഹത്തിന് അങ്ങനെ ആയുസ് കിട്ടുകയും ചെയ്തു. ഫഫിഹി, അപ്പോൾ ഈ ഹദീസിലുണ്ട് അലമൻ മിൻ ആലാമിൻ നുബുവ, നുബുവത്തിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ട അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളം. വഹുവ അൽ ഇഖ്ബാറു അൻ ഷൈഇൻ മുസ്തഖ്ബിൽ, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളത്. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് പ്രകാരം നബിമാർ എന്ത് ചെയ്യും? വരാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയും. എല്ലാ കാര്യം അറിയുമെന്നല്ല. വയഖഉ കമാ അഖ്ബറ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ സംഭവിക്കുകയും ചെയ്തു. വഹാദാ മിമ്മാ തലഅഹു അല്ലാഹു തആല അലൈഹി, അള്ളാഹു തആല വെളിവാക്കി കൊടുക്കുന്നതാണിത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅഖ്ബിരിൻ നാസ, അങ്ങനെ താങ്കൾക്ക് എൻ്റെ കാലശേഷം ജീവിതം കിട്ടുമ്പോൾ താങ്കൾ ജനങ്ങളോട് പറയണം. ഹാദാ ഫീഹി ദലീലുൻ അലാ തബ്ലീഗിൽ ഇൽമി വനശ്രിൽ അഖീദത്തി വദ്ദഅവതി ഇലൈഹ. അപ്പോൾ ഇതിലെന്ത് തെളിവുണ്ട്? ഇൽമ എത്തിക്കണമെന്നതും അഖീദ പ്രചരിപ്പിക്കണമെന്നതും അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കണമെന്നതും ഇതിൽ തെളിവുണ്ട്. ഇൻകാരി ഷിർക്ക് ഇൻകാർ ചെയ്യണമെന്നും ഷിർക്കിനെ നിഷേധിക്കണം. വാനൽ ഇൻസാന മുഹമ്മദൻ ഹാദിഹിൽ അമാന, ഈ ഒരു അമാനത്ത് അത് വഹിപ്പിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ലാ യതഖല്ല അൻഹ, അതിൽ നിന്ന് അവൻ ഒഴിവല്ല. വയത്റുക്കു നാസ യഖഉന ഫി ഷിർക്കി വഫസാദിൽ അഖീദ, ഫസാദായ അഖീദയിലും ഷിർക്കിലുമായിട്ട് ജനങ്ങൾ കഴിഞ്ഞുകൂടുമ്പോൾ അതങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. ഹൊസാക്കി തിന്നിട്ട് അവൻ മിണ്ടാതിരിക്കുക. തുമ്മയക്കൂൽ എന്നിട്ട് അവൻ പറയാ ഉത്തുറുക്കുന്നാസ മുജിത്തമയ്യൻ, ജനങ്ങൾ ഐക്യത്തിരിക്കട്ടെ, നിങ്ങൾ ഭിന്നിപ്പിക്കണം എന്തിനാ? ലാ തുഫരിഖു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഭിന്നിപ്പുണ്ടാക്കില്ലേ. ഹാരിബു ഷുയൂഇയ്യ ഹാരിബുൽ മദാഹിബുൽ ഹദ്ദാമ, ഷിയാക്കളുമായിട്ട് നിങ്ങൾ പോരാടും. നിങ്ങൾ ഹദ്ദാമത്തിൻ്റെ, അതായത് ഫിലോസഫിയുടെ ചില ഫിലോസഫികളുടെ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുമായിട്ട്, ഫിലോസഫിക്കാരുമായിട്ടൊക്കെ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ പോരാടും. വദ്റുക്കു ഷിർക്കടക്കട്ടെ, ഷിർക്കിനെ നിങ്ങൾ അതിൻ്റെ ആൾക്കാരെ നിങ്ങൾ അത് അങ്ങനെ പോണ വഴിക്ക് പോട്ടെ എന്ന്. വഹൽ ഹുനാക്ക അഷദ്ദുമിന ഷിർക്ക്, ഷിർക്കിനെക്കാട്ടിലും ശക്തമായിട്ടുള്ള സംഗതി ഉണ്ടാവും. അഷിർക്കുഹു അക്ബറുൽ മദാഹിബിൽ ഹദ്ദാമ, അങ്ങനത്തെ ഫിലോസഫിക്കാരിൽ ഏറ്റവും മോശമായ ഫിലോസഫിയാണ് ഷിർക്കിൻ്റെ ഫിലോസഫി. വഹാദൽ ഖൗലി യദുസ്സുഹു അലൈന അൽ അഅദാ ഇമ്മാ മിനൽ യഹൂദി വൽ മാസൂനിയത്തി ഔ ഗൈരിഹിം. അപ്പോൾ ഇത്തരം വാദങ്ങൾ ഷിർക്കിനെ പരിഗണിക്കേണ്ട എന്നുള്ള വാദങ്ങൾ, ഷിർക്ക് സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള വാദങ്ങൾ, അത് യഹൂദികൾ, മാസൂനിയത്ത്, ഫ്രീമാസനേഴ്സ് തിങ്കേഴ്സ്, അവരിൽ നിന്നുമാണ് നമുക്ക് കലർപ്പായിട്ട് കിട്ടിയത്. വയഹുദുഹു ബഅദുൽ മഅറൂറിന മിൻ ശബാബിന അന്നഹു അല അന്നഹു യസ്വഹിഹു. ഇത്തരമൊരു വീക്ഷണം ശരിയാണ്. നമ്മുടെ യുവാക്കളിൽ വഞ്ചിതരായ ചില ആളുകൾ, വഞ്ചിതരായ ചില യുവാക്കൾ, അവരിൽ വഞ്ചിതരായ ചിലർ വിചാരിക്കുന്നു ശരിയാണ്. വഹു യഖ്സുദു മിൻഹു ഹദ്മുൽ ഇസ്ലാം, യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് അതിൻ്റെ ആളുകൾ വിചാരിക്കണം എന്താണ്? ഇസ്ലാമിനെ പൊളിക്കുക എന്നുള്ള, വഹദുൽ അഖീദ, അഖീദയെ പൊളിക്കുക എന്നുള്ള. യാനഹു ഇദാ തുരിക ഷിർക്കു ഫസദത്തുൽ അഖീദ, കാരണം ഷിർക്കിനെ അങ്ങോട്ട് മേയാൻ വിട്ടാൽ, അതിനെ ഒന്നും ചെയ്യാതെ വിട്ടാൽ, അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ എന്താവും? അഖീദ ഫസാദാകും. കൗലുഹു, ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, അന്നമൻ അഖദ ലിഹിയതഹു, ആരടുത്തും തൻ്റെ താടിയെ കെട്ടിയോ. അപ്പോൾ അതും നബി നിരോധിച്ച പ്രവർത്തി. എന്താണ് അഖദുൽ ലിഹിയ? ഈ ഇഖ്തലഫുൽ ഉലമാ ഫി തഫ്സീർ, അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കൾ വ്യത്യസ്ത വീക്ഷണം പറഞ്ഞു. മിൻഹും മൻ ഖാല, ചിലരിങ്ങനെ പറഞ്ഞു, അഖദുൽ ലിഹിയത്തി ആദത്തുൻ ഇൻദൽ ഫുർസ്, പേർഷ്യക്കാരുടെ രീതിയായിരുന്നു. അന്നഹും കാനു ഇൻദൽ ഹറൂബി യഅഖിദൂന ലിഹാഹും തകബ്ബുറൻ വ തജബ്ബുറ, അവർ യുദ്ധസമയങ്ങളിൽ അവരുടെ താടികൾ അഹങ്കാരം എന്നോണം കെട്ടിയിടുമായിരുന്നു. വനഹ്നു ഖദ് നുഹീന അൻ തശബ്ബുഹി ബിൽ കുഫാർ, അപ്പോൾ കാഫിര്യങ്ങളുമായിട്ട് തശബ്ബുഹ്, സാദൃശ്യം ഉണ്ടാകുക എന്നതിൽ നിന്ന് നമ്മൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു അഭിപ്രായം. ഇനി ഖൗലു സാനി, രണ്ടാമത്തെ വീക്ഷണം, അൽ മുറാദ് ബിഹി അഖദുൽ ലിഹിയത്തി ഫി സ്വലാഹ്, നിസ്കാരത്തിൽ താടി ഇങ്ങനെ കെട്ടിയിടുക, നിസ്കാരത്തിൽ താടിമ കളിക്കുന്ന ചില സ്വഭാവമില്ല, അതൊക്കെ അതിൽ പെടും. ലിഅന്ന ഹാദാ മിനൽ അബസ് ഫി സ്വലാഹ്, കാരണം നിസ്കാരത്തിൽ അബസ്, വെറും പ്രവൃത്തി ചെയ്യുക, ആവശ്യമില്ലാത്ത അനാവശ്യ പ്രവൃത്തി ആണിത്. വൽ ഹറക്കത്ത് ഫി സ്വലാഹ്, നിസ്കാരത്തിൽ അനക്കം, ആവശ്യമില്ലാത്ത അനക്കങ്ങൾ അനങ്ങുക. വഹാദ മക്രൂം ഫി സ്വലാഹ്, നിസ്കാരത്തിൽ കറാഹത്താക്കപ്പെട്ട. ലിഅന്നഹു യദുല്ലു അലാ ആദമിൽ ഖുശൂ, കാരണം അത് ഖുശൂ ഇല്ലാത്തതിന് തെളിവാണ്. അൽ ഖൗലു സാലിസ്, മൂന്നാമത്തെ വീക്ഷണം, അന്നൽ മുറാദ് ബി അഖദുൽ ലിഹിയ, അഖദുൽ ലിഹിയ എന്ന് പറഞ്ഞാൽ, ലിഹിയ താടി കെട്ടുക എന്ന് പറഞ്ഞാൽ, മാ യഫ്അലുഹു അഹ്ലു തർഫ് മിൻ തജ്ഈദി ലിഹാഹും വ തഹ്സീനിഹ വ കദ്ദിഹ. ചില ആളുകളുണ്ടല്ലോ താടിമ അങ്ങനെ വല്ലാതെ കളിച്ചുകൊണ്ട്, എന്താണ് തജ്ഈദ് എന്നാൽ താടി ഇങ്ങനെ കേളാക്കുക, എന്താണ് വളച്ചിട്ട് ചുരുട്ടുക,
താടിൻ്റെ മുടികൾ ചുരുട്ടുക. അതേപോലെ അതിങ്ങനെ ഓവർ ആയിട്ട് ഇങ്ങനെ ഭംഗിയാക്കി കൊണ്ടു നടക്കുക. അതിങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ഹുസ്ന് അതിനെ പ്രത്യേകിച്ച് ഭംഗിയാക്കുക, അങ്ങനെ കൊണ്ടു നടക്കുക. അതിനെ ഓവറായിട്ട് പരിഗണിക്കാതെ അർത്ഥം. താടി വളർത്തണം, അത് നിർബന്ധമാണ്. പക്ഷേ അത് ഈ രൂപത്തിൽ ചെയ്യുന്നതിന് പറയുന്നത്. ഹത്താ തത്തജ അത, അങ്ങനെ അതിങ്ങനെ കേളായിട്ട് ആവുന്ന വരെ. യക്കുസുദ്ദീൻ ബിഹാൽ ജമാൽ, അതുകൊണ്ട് അവർ ഭംഗിയാണ് ഉദ്ദേശിക്കുന്നത്. ഫഹദ യക്കൂനുമേ തർഫ്, ഇതൊരു ഇസ്രാഫിൽ പെടും, ധാരാളിത്തത്തിൽ പെടും, യശ്വറിയിൽ പെടും. ലാ ബഅസ അന്ന ലിഹിയത തുസ്ലിഹു വഅൻഹാ തുനദ്ദിഫു. താടി വൃത്തിയാക്കണം, താടി നന്നാക്കി കൊണ്ടു നടക്കണം, അത് നല്ല തന്നെ, അതിന് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. വഅൻഹ തുക്റമു ലാക്കിൻ അത് ലാ യസ്ലു ഇലാ ഹദ്ദിൽ ഇസ്രാഫ്, അത് താടി ആദരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അത് കൊണ്ടു നടക്കണം. പക്ഷേ അത് എവിടേക്ക് എത്താൻ പാടില്ല, ഇസ്രാഫിൻ്റെ പരിധിക്ക് എത്താൻ പാടില്ല. ഔ തഖല്ലിദു വത്തറ, അപ്പോൾ ഒന്നുകിൽ താടി കെട്ടിയ ആൾ, അല്ലെങ്കിൽ വത്തറ് ധരിച്ച ഖിലാദത്ത്, വത്തറ് ചരട് ഖിലാദത്ത് നെക്ലേസ് ആക്കിയിട്ട് ധരിച്ച ആൾ, അല്ലെങ്കിൽ അയാളുടെ വാഹനത്തിന് അയാളുടെ മൃഗത്തിൻ്റെ പുറത്ത് ഒക്കെ ഉപയോഗിക്കുന്നു, കഴുത്തിലൊക്കെ. യാനി എന്തിന്? യാനി ഉദ്ദേശിക്കുന്നത് ജഅലൽ വത്തറ ഖിലാദത്തൻ അലൈഹി ഔ അലാ ദാബത്തിഹി ഔ അലാ വലദിഹി മിൻ അജ്ലി അൻ യത്തഖി ബിഹി അൽ ഐന വദ്ദറാർ. ഐൻ കണ്ണ്, ബുദ്ധിമുട്ടുകൾ, കണ്ണേറ്, പ്രയാസം, ഇതൊക്കെ ജാഹിലിയ കമാ കാലത്തിൽ ജാഹിലിയത്ത് തഫ്അലു, ജാഹിലിയ കാലത്ത് ജാഹിലിയങ്ങൾ മുശ്രിക്കുകൾ പ്രവർത്തിച്ചിരുന്നത് പോലെ എന്താണ്, ചരട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നെക്ലേസ് ഉണ്ടാക്കിയിട്ട് അത് ഒട്ടകത്തിൻ്റെ വാഹനത്തിൻ്റെ കഴുത്തിൽ മറ്റ് പലയിടങ്ങളിൽ, അതേപോലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒക്കെ കെട്ടി തൂക്കുന്നു. അത് ആണ് പറഞ്ഞത്, അത് പാടില്ല എന്ന്. വഹാദ മഹല്ലു ഷാഹിദ് ഫിൽ ഹദീസ്, ഇതാണ് ഹദീസിൽ ഈ ബാബിൻ്റെ ഷാഹിദായിട്ട് പറഞ്ഞത്. കാല ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഹസൻ റഹിമഹുല്ലാ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഹസൻ റഹിമഹുല്ലാ പറയുന്നു, വഇദാ കാന ഹാദ ഫീമൻ തഖല്ലദു വത്തറ ഫകൈഫ ബിമൻ തഅല്ലഖ അലൽ അംവാതി യസ്അലുഹും ഖദാ അൽ ഹാജാതി വതഫ്രീജ് അൽ ഖുർബാത്ത്. അപ്പോൾ ഇത് ഒരാൾക്ക് കണ്ണേറിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചരട് കെട്ടുന്നത്, നെക്ലേസ് കെട്ടുന്നത്, അത് പോലും പാടില്ല എന്ന് വിശ്വാസം പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ വസ്ത്രം കെട്ടുന്നതിൻ്റെ വിഷയത്തിലാണ് നിരോധനം. അപ്പോൾ ഒരാളുടെ രക്ഷാശിക്ഷകൾ, അയാളുടെ കാവൽ തേട്ടങ്ങൾ, കാര്യങ്ങളൊക്കെ അതൊക്കെ മരിച്ചവരുമായിട്ട് ബന്ധപ്പെടുത്തുക, അയാളുടെ ഖലാഉൽ ഹാജത്തുകൾ വീടുക, അതേപോലെ തഫ്രീജുൽ ഖുർബാത്ത്, വിഷമങ്ങൾ തുറവടിയാകുക, അതിൽ നിന്ന് കഷ്ഫാകുക, അതിനൊക്കെ വേണ്ടിയിട്ട് മരിച്ചവരോട് തേടുക, അവരുമായി ബന്ധിപ്പിക്കുക തങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം എന്തായിരിക്കും? അത് എത്രമാത്രം മോശമാണ്, അല്ലെങ്കിൽ എത്രമാത്രം ചീത്തയാണ്, ശിർക്കാണ് എന്നതൊക്കെയാണ്. അവിസ്തഞ്ച. ഇനി മറ്റൊന്ന് നബി നിരോധനം പറഞ്ഞത്, അല്ലെങ്കിൽ ഒരാൾ മനോഹരം ചെയ്തു മലമൂത്ര വിസർജനത്തിന് ശേഷം വൃത്തിയാക്കണം ഇസ്തിഞ്ചാ. അല്ല ഇസ്തിഞ്ചാ എന്ന് പറഞ്ഞാൽ ഇസാലത്തു അസറിൽ ഖാരിജ് മിന സബീലിൻ, രണ്ട് വഴികളിലൂടെ മലദ്വാരം മുൻദ്വാരം പിൻദ്വാരം ഇതിലൂടെ പുറപ്പെടുന്ന മൂത്രം കാഷ്ടം, ഇത് നീക്കം ചെയ്യുന്നതിനാണ് ഇസ്തിഞ്ച എന്ന് പറയാം. അത് വെള്ളം വഴി നീക്കം ചെയ്യുന്നത്. ലിഅന്നൽ വാജിബ അന്നൽ ഇൻസാന ഇദാ ഖദാ ഹാജത്തുഹു, കാരണം ഒരാൾ ഖദാഉൽ ഹാജത്ത് കഴിഞ്ഞാൽ അന്ന് മൂത്രമൊഴിച്ചാൽ അല്ലെങ്കിൽ കാഷ്ടിച്ചാൽ ആ മനുഷ്യന് നിർബന്ധമാണ് എന്ത്, ഐ യുനഖി അൽ മഖ്റജ, അപ്പോൾ ആ പുറപ്പെട്ട സ്ഥാനം അവന് വൃത്തിയാക്കണം. ഇമ്മാ ബിമാ ഇൻ, ഒന്നുകിൽ വെള്ളം കൊണ്ട്, ഔ ബി ഇമ്മ ബി ഇസ്തിജ്മാരിൻ ബിൽ ഹിജാറത്ത്, അല്ലെങ്കിൽ കല്ല് കൊണ്ട് ഇസ്തിജ്മാർ ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ട് ഒപ്പിയെടുക്കുക, അങ്ങനെ വൃത്തിയാക്കുക. അത് വെള്ളം ഇല്ലെങ്കിലാണ്. ഫഇൻ ജമാ ബൈനഹുമാ ഫഹാദാ അഫ്ളൽ. ഇനി വെള്ളം ഉണ്ടെങ്കിലും രണ്ടും കൂടെ ചെയ്യുന്നത് കൂടുതൽ ശ്രേഷ്ഠകരമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം കല്ല് കൊണ്ട് വൃത്തിയാക്കണം, എന്നിട്ട് വെള്ളം കൊണ്ട് വൃത്തിയാക്കണം. ഇനി ബിറജിയൽ ദാബത്തിന്, അപ്പോൾ ഈ ഇസ്തിഞ്ചാ മൂത്രമൊഴിച്ചാൽ അല്ലെങ്കിൽ കാഷ്ടിച്ചാൽ വൃത്തിയാക്കുന്നത് വെള്ളം കൊണ്ടോ കല്ല് കൊണ്ടോ ആണ്. എന്നാൽ ഒരാൾ ബിറജിയ ദാബത്തിന്, അവിസ്തഞ്ച ബിറജിയ ദാബത്തിന്, അല്ലെങ്കിൽ ദാബത്ത് മൃഗത്തിൻ്റെ കാഷ്ടം കൊണ്ട്, ചാണകം കൊണ്ട് വൃത്തിയാക്കി. അപ്പോൾ അത് പാടില്ല. അതാണ് പറഞ്ഞത് റജിയ റൗസുദ്ദവാബ്. റജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റജിയറ മടങ്ങുന്നതാണ്, ഇത് നേരെ അർത്ഥം, റജ മടങ്ങിയതാണ്. അപ്പോൾ ഈ മൃഗത്തിൽ നിന്ന് വരുന്ന കാഷ്ടം, ചാണകം, ഔ അലുമിൻ, അല്ലെങ്കിൽ എല്ലുകൊണ്ട് ഒരാൾ വൃത്തിയാക്കി, അത്
ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീഉം മിൻഹു, എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവനിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും മുസ്ലിങ്ങളുടെ രീതി അല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ അല്ല. വഹാദ വഈദുൻ ഷദീദുൻ യദുല്ലു അലാ തഹരീമി ഹാദൽ ഫിഅൽ. അപ്പോൾ ഇത് ഈ പ്രവൃത്തി ഹറാമാണ് എന്നതിന് ശക്തമായിട്ടുള്ള താക്കീതാണ്. വഹുവ അൽ ഇസ്തിജ്മാറു ബിറൗസി ദവാബി വൽ അദാം, എല്ലുകൾ കൊണ്ടും ചാണകം കൊണ്ടും മൂത്രയിച്ച മനോഹരം ചെയ്യുക, വൃത്തിയാക്കുക എന്നത്. ലിഅന്ന ഹാത്തൈനിൽ മാദ്ദത്തൈനി തുആമുൽ ജിന്നി വ തുആമു ദവാബിഹിം ഫലാ യുലവ്വിസുഹുമാ ഗൈറഹിം. കാരണം ഇതെന്താണ്, ഈ രണ്ട് സാധനങ്ങളുണ്ടല്ലോ, എന്തൊക്കെ, ചാണകം അതേപോലെ എല്ല്, ഇത് ജിന്നുകളുടെ ഭക്ഷണമാണ്, അതേപോലെ അവരുടെ വാഹനങ്ങളുടെ ഭക്ഷണമാണ്, അവരുടെ മൃഗങ്ങളുടെ എന്നാണ് പറയുന്നത്. അതെന്താണെന്നറിയില്ല. ഖൗലുഹു അൻ സഈദ് ഇബ്നു ജുബൈർ ഖാല. ഇനി മറ്റൊരു റിപ്പോർട്ട് എന്താണ്, മറ്റൊരു ഹദീസ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖതഅ തമീമത്തൻ മിൻ ഇൻസാനിൻ കാന കഅദ്ലി റഖബത്തിൻ. ഒരാൾ ഒരു മനുഷ്യൻ്റെ ഏലസ്, ഐക്കല്ല, അങ്ങനത്തെ സാധനങ്ങൾ അത് മുറിച്ചാൽ അവന് ഒരു അടിമയെ മോചിപ്പിച്ചതുപോലെയാണ്, അതുപോലത്തെ പ്രതിഫലം ഉണ്ടെന്നാണ്. ഐ കാന കമൻ ആഴ്ത്തക്ക റഖബത്തൻ മിൻ റിഖ്, ഒരു അടിമയിൽ നിന്ന് അടിമയുടെ അടിമത്തം മോചിപ്പിച്ചതുപോലെയാണ്. വൽ മുനാസബത്തു അൻ യുഅ്താഖൽ അബ്ദി ഫിഹി യുഅ്താഖു മിൻ റിഖ്. ഇവിടെ എന്താണ് അത് യോജിക്കുക, എന്താണ് അതിൻ്റെ മുനാസബത്ത്, സൂട്ടബിലിറ്റി? ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാണ്. അതേപോലെ ഖത്ഉ തമീമത്തി ഫിഹി യുഅ്താഖു മിൻ ശിർക്ക്, ഏലസ് ഐക്കല്ല് അത് മുറിച്ച് കളയാന്ന് പറയുമ്പോൾ ഷിർക്കിൽ നിന്ന് മോചനം ഉണ്ട്, അതാണ് അവിടെ സാമ്യത. ലിഅന്ന ഷിർക റിഖുൽ ഷൈത്താനി. അപ്പോൾ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പിശാചിൽ നിന്നുള്ള ഒരു അടിമത്തമാണ്. ബദൽ റിഖ് ലിർ റഹ്മാൻ, അർ-റഹ്മാൻ അടിമത്തം ത്തിന് പകരം. വറഹിമ അല്ലാഹുൽ ഇമാം ഇബ്നുൽ ഖയ്യിം ഹൈസു യഖൂൽ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൽ അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, എന്താണ്, ഹറബൂ മിനർ റിഖ്ഖില്ലദീ ഖുലിഖൂ ലഹു ഫബുലൂ ബിറിഖ്ഖിൻ നഫ്സി വശൈത്താനി. എന്താണ്, അവർ സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയിട്ടാണോ അവൻ്റെ ബന്ധനത്തിൽ റിഖ്ഖിയത്തിൽ നിന്ന് അവരോടി, എന്നിട്ട് അവരെന്ത് ചെയ്തു, റിഖ്ഖുൻ നഫ്സിലും റിഖ്ഖു ഷൈത്താനിലും, ഷൈത്താൻ്റെയും സ്വന്തം നഫ്സിൻ്റെയും ബന്ധനത്തിൽ ആയി എന്ന്. യാനി ഹും അർക്കാ ഉല്ലാഹി അബീദുല്ലാഹി, ഉദ്ദേശിക്കുന്നത് എന്താണ്, അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. പക്ഷേ ലാക്കിൻ ലമ്മാ അഷ്റകൂ ബിഹി, അവർ അള്ളാഹുവിൽ ഷിർക്ക് വെച്ചപ്പോൾ സ്വാറു അബീദൻ ലി ഷൈത്താൻ, അവർ ഷൈത്താൻമാർക്ക് അബീദായി, അടിമകളായി. വ അബീദൻ ലിൻ നഫ്സി വൽ ഹവാ, സ്വന്തം നഫ്സിനും ദേഹേച്ഛകൾക്കും അടിമകളായി. ഫൽ ഇൻസാനു ഖുലിഖ ലി ഇബാദത്തില്ലാ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഫഇദാ തറക്കഹാ സ്വറ അബ്ദൻ ലി ഷൈത്താൻ, അപ്പോൾ അത് ഉപേക്ഷിച്ചാൽ എന്തായി, അവൻ പിശാചിൻ്റെ അടിമയായി. ഫഹുവ അബ്ദുൻ വലാ ബുദ്ദ, അപ്പോൾ പിന്നെ അവൻ എന്താണ്, ഷൈത്താൻ്റെ അടിമ തന്നെ. ഫല്ലദീ യുസീലു ഹാദിഹി ളാഹിറത്തു ശിർക്കിയ്യ അൻ മുസ്ലിമിൻ യകൂനു കമൻ അഅ്തഖഹു മിനർ റിഖ്ഖി ഫിൽ അജ്രി വസ്സവാബ്. അപ്പോൾ ഇങ്ങനെ ഷിർക്കിൻ്റെ അടയാളമായ ഏലസ് ഐക്കല്ല് ഇതൊക്കെ ഒരു മുസ്ലിമായ ആളിൽ നിന്ന് ഒരാൾ നീക്കം ചെയ്താൽ അവന് ഒരു അടിമയെ മോചിപ്പിച്ചതിന് സമാനമായിട്ടുള്ള പ്രതിഫലമുണ്ട് എന്ന സൂചനയാണ്. വ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ യഅ്തബറ ശിർക റിഖ്ഖൻ, സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ താബി പണ്ഡിതനാണ്, അദ്ദേഹം ഷിർക്കിനെ ഒരു റിഖ് അടിമത്തമായിട്ട് പരിഗണിച്ചു. മൻ അസാലഹു, ആരൊരുത്തൻ അതിനെ നീക്കിക്കോ, കഅന്നമാ അഅ്തഖ ഹാദൽ അബ്ദ മിൻ ഹാദൽ റിഖ്ഖിൽ ദലീലിൽ മുഹീൻ, ഈ നിന്ദ്യമായ പതിതമായ പിന്നെ വളരെ മോശമായിട്ടുള്ള ഈ റിഖ്ഖിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് അബ്ദിനെ മോചിപ്പിച്ച, അടിമയെ മോചിപ്പിച്ചവനെ പോലെയാണ് ഈ ഐക്കല്ല് യാലസൊക്കെ നീക്കിയതിൻ്റെ കാര്യം. അബ്ദൻ ലില്ലാഹി സുബ്ഹാനഹു വതആല ലാ അബ്ദൻ ലില്ലാഹി സുബ്ഹാനഹു വതആല ലാ യഅ്ബുദു ഗൈറഹു ലാ യഅ്ബുദു ഫഇബാദത്തുല്ലാഹി ജല്ല വഅല ഹിയ അൽ ഹുർരിയത്തു സ്വഹിഹ. അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ സ്വാതന്ത്ര്യം, ഹുർരിയത്ത്. ലൈസത്തിൽ ഹുർരിയത്തു അനൽ ഇൻസാന യുശ്രിക്കു
യക്ഫുറു വയഅ്തഖിദു മാ ഷാ. ഹുരിയത്ത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ ഷിർക്ക് ചെയ്യുക, കുഫർ ചെയ്യുക, അവൻ ഉദ്ദേശിക്കുന്ന അവൻ വിശ്വസിക്കുക, ഇതിനെല്ലാം സ്വാതന്ത്ര്യം തന്നെ. കമാ യഖൂലൂൻ, അവർ പറയുന്ന പോലെ അന്നാസു അഹ്റാറുൻ ഫി ഇഅ്തിഖാദിഹിം ലാ ബലിന്നാസു ഖുലിഖൂ ലിഇബാദത്തില്ല. അപ്പോൾ ചില ആളുകൾ പറയുന്ന പോലെ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നതല്ല. ഇസ്ലാമികമായിട്ട് നോക്കുമ്പോൾ വിശ്വാസത്തിൽ സ്വാതന്ത്ര്യമല്ല, ഇസ്ലാം മതം തന്നെ വിശ്വസിക്കണം, എന്നാലേ പരലോകത്തിൽ രക്ഷയുള്ളൂ. ഇവിടെ ഓരോരുത്തർക്ക് അവരുടെ ഒരു സ്വാതന്ത്ര്യം അനുസരിച്ച് പ്രവർത്തിക്കാം. നിർബന്ധിച്ചാരും മുസ്ലിം ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പരലോകത്ത് രക്ഷ വേണമെങ്കിൽ ഇങ്ങനൊരു സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പറ്റില്ല. ബലിന്നാസു ഖുലിഖൂ ലിഇബാദത്തില്ല. എന്നാൽ അങ്ങനെയല്ല കാര്യം. ജനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുള്ള അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. വഇബാദത്തുല്ലാഹി ലൈസത്ത് മിൻ ബാബി ദുല്ലി വൽ മിഹാന. അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് എന്നുള്ളത് ദുല്ല്, മിഹാനത്ത് അല്ല, അത് നമുക്കൊരു നീചത്വമല്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഇക്റാമാണ്, ശരിക്കും ആദരവാണ്. എന്താണ് ഇന്നമാ ഹുവ മിനൽ ഇക്റാം, അവിടെ പറയുന്നുണ്ട് അത് ഇക്റാമപ്പെട്ട അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇക്റാം ആദരവാണ്. ഒമിന റിഫ്, അത് പദവി ഉയർത്തുന്നതാണ്. ഹാദാ ഷറഫുൻ, അത് ഷറഫാണ്, നൊബിലിറ്റിയാണ്, മഹത്വമാണ്. അള്ളാഹു ജല്ല വഅല അക്രമ നബിയഹു ബിൽ ഉബൂദിയ്യത്തി ലഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിയെ ഉബൂദിയ്യത്ത് കൊണ്ടാണ് ആദരിച്ചത്. ഖാൽ, അള്ളാഹു പറഞ്ഞെന്താണ് ഈ നബിയെക്കുറിച്ച്? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി. സുബ്ഹാന, ഒരുത്തൻ പരിശുദ്ധനാണ്. അല്ലദീ യസ്റാ ബിഅബ്ദിഹി, അവൻ്റെ അടിമയെ അബ്ദിനെ രാപ്രയാണം ചെയ്യിച്ചവൻ, ലൈലൻ രാത്രി, മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു എന്നൊക്കെ പറഞ്ഞു. അതെ, അപ്പോൾ ഉബൂദിയത്തുല്ലാഹി ഷറഫുൻ. അപ്പോൾ അള്ളാഹുവിന് അടിമയാകുക, അവന് അടിമയാകുക എന്നത് എന്താണ്? അതൊരു മഹത്വമാണ്. അമ്മ ഉബൂദിയത്തു ഗൈരിഹി ഫഹിയ ദുല്ലുൻ വ മിഹാനത്തുൻ. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് അടിമയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്ദ്യതയാണ്, നിസ്സാരതയാണ്. റവാഹു വക്കിയ, ഇത് വക്കിയ റിപ്പോർട്ട് ചെയ്തു. വക്കിയുൻ ഹുവ വക്കിഉ ഇബ്നുൽ ജറാഹ് അൽ ഇമാമുൽ ജലീൽ റവാ അൻഹു അൽ ഇമാം അഹ്മദ് വഗൈറുഹു. വക്കി എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ ഇമാമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് മറ്റുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ്.